ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെ സ്വഭാവവും വ്യത്യാസമായിരിക്കും. കൊച്ചു കുഞ്ഞു മുതൽ ഏറ്റവും മുതിർന്ന ആൾക്കാർ വരെയുള്ളവരുടെ സ്വഭാവം എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ. എങ്കിലും ആ വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാറുണ്ട്. അപ്പം അതാണ് കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എനിക്കിന്ന് മീൻകറി ഞാൻ നേരത്തെ അരച്ച് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ച മീൻകറി അരച്ച് വെക്കുമ്പം അതിന് ഉള്ളിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ അങ്ങ് തിളപ്പിച്ച് വെച്ച്. മീൻ ലേറ്റായിട്ടാണ് കിട്ടിയത്. അത് കിട്ടിയതിന് ശേഷം പിന്നെ കഴുകി വെട്ടി വൃത്തിയാക്കി അരപ്പിലോട്ടിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചക്ക ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് അരിഞ്ഞെടുത്ത് കുക്കറിലോട്ടിട്ട് വേവിച്ചെടുത്തേ. അപ്പം ഇങ്ങനെ ചക്ക വെന്ത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം ഇതുപോലെ കുറച്ചൊന്ന് ചൂടോട് കൂടി കുറച്ച് തേങ്ങയൊക്കെ ഇട്ടൊന്ന് കഴിക്കാമെന്ന്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കയൊന്ന് മാറ്റിയതിന് ശേഷം അരപ്പിട്ട് വീണ്ടും 2 വിസിലും കൂടി ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ട് തന്നെ വെച്ച് കൊടുത്തേ. പിന്നെ കുറച്ച് മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അഗസ്ത്യപ്പൂ ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാറ്റി വെച്ച ആ ചക്കയെ ചൂടോടുകൂടി തന്നെ തേങ്ങയൊക്കെ ഇട്ട് കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് ചക്ക കഴിക്കാനായിട്ട് ഇഷ്ടമാണോ? അപ്പം 2 വിസിലൊക്കെ കേട്ട് അരപ്പൊക്കെ നല്ല രീതിയിൽ ഇറങ്ങുമ്പോഴേക്കും ചക്കയെ ഞാൻ ഇതുപോലെ വിസ്കിട്ട് ഇളക്കിയിട്ടാണ് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അതാകുമ്പോഴേക്കും ചെറിയ വലകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് വിസ്കിൽ കുരുങ്ങി വന്നോളും. ഇനി അതെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ നമ്മുടെ അഗസ്ത്യപ്പൂ മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം സവാളയും പിന്നെ പച്ചമുളകും എല്ലാം കൂടിയൊക്കെ കടുതാളിച്ചിട്ട് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് ഞാൻ പൂവിട്ട് കൊടുക്കുന്നത്. അപ്പം പൂവിനധികം വേവില്ലാത്തത് കൊണ്ട് നമുക്ക് സവാള ഒന്ന് വഴലുമ്പോഴേക്കും പൂവിട്ട് കൊടുക്കുമ്പോൾ നമുക്കത് നല്ല രീതിയിലൊന്ന് റെഡിയായി കിട്ടും. പൂ അധികം വെന്ത് പോവാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ എൻ്റെ കറികളൊക്കെ റെഡിയായി. ഞാനിനി ഊണ് കഴിക്കാൻ പോവുകയാണ്. നല്ല ചക്ക ഉടച്ച് വെച്ചതും വാള മീൻകറിയും പിന്നെന്താണ് അഗസ്ത്യപ്പൂ മെഴുക്ക് വരട്ടി. പിന്നെ ചക്കയ്ക്ക് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഒഴിച്ച് കൂട്ടാൻ. അങ്ങനെ അതും കൂടി രാവിലെ വെച്ചത് കുറച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മാങ്ങാച്ചാർ, ഇതെല്ലാം കൂടി ഒഴിച്ചപ്പോഴേക്കും നല്ല വെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതുപോലത്തെ നാടൻ കറികളും ഊണുകളും നിങ്ങൾക്ക്